സെലക്റ്റീവ് മതേതരം പറയുന്ന ആളുകൾ കാരണം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു മതസ്പർദ്ധ ഉണ്ടാകുമോ എന്നുള്ള രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ 2 തരം സ്കൂളുകളിൽ നടന്നിട്ടുള്ള 2 തരം കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ ശാസ്താംകോട്ടയിൽ ഒരു സ്കൂളിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അവിടെ പ്രധാന അധ്യാപികേനെ കുറേ ആൾക്കാരൊക്കെ ചെയ്തെന്ന് ഖരാവോ ചെയ്യുന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ അവരോട് തർക്കിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ പറയുന്നത് ആ സ്കൂളിലെ പ്രധാന അധ്യാപികേനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വാർത്തയൊക്കെയാണ്. അപ്പോൾ അവിടെ സംഭവിച്ചു എന്ന് പല സെൻറ്റേഴ്സിൽ നിന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചില അധ്യാപകർക്ക് പെർമനൻ്റ് ആവണമെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ സ്കൂളിൽ ചേർക്കേണ്ടെന്നൊരു ആവശ്യമുണ്ട്. അപ്പം ആ ആളുകൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ദറഫയിൽ നിന്ന് ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അവിടെ കൊണ്ട് ചേർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അപ്പം ആ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ സ്കൂളിലെ യൂണിഫോം ധരിക്കില്ല, മതപഠനവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളെ അവർ ധരിക്കുള്ളൂ. അതേപോലെ തന്നെ അവരെല്ലാ ദിവസവും പ്രോപ്പർ ടൈമിൽ അറ്റൻഡൻസ് ഇട്ടോളണം എന്നില്ല. മാത്രവുമല്ല, ആ കുട്ടികൾക്ക് വെള്ളിയാഴ്ചകളിൽ അവധി എടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ കുട്ടികളെ സ്കൂളിനകത്തോട്ട്, അതും ഓൾറെഡി വേറൊരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല എന്നുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു മതവിഭാഗത്തിന് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലോട്ടുള്ള നെറേറ്റീവ്സിലോട്ട് മാറുകയൊക്കെ ചെയ്തു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നിലനിൽക്കുക. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു മതസ്പർദ്ധയിലോട്ട് എത്തുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിലനിൽക്കാൻ ഞാൻ സംസാരിക്കുന്നത് ചില അധ്യാപകരുടെ കാര്യങ്ങളാണ്. അതവിടെ എത്തി നിൽക്കുന്ന സമയത്ത് സാംസ്കാരിക നായകർ, നവോത്ഥാന നായകർ എന്നൊക്കെ പറയുന്ന, നാട് ഭയങ്കര ഡെമോക്രാറ്റിക് ആവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. എന്നാൽ അതേ സമയത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ പ്രൊഫൈലിൽ നിന്ന് വേറെ ചില സ്കൂളുകളിലെ ചില രീതികളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പോസ്റ്ററുകൾ കണ്ടു. അത് വേറെ ഒന്നുമല്ല, ഭാരതീയ വിദ്യാനികേതനിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആരതി ഒഴിഞ്ഞ് സ്കൂളിൽ കയറ്റി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അതിഭീകരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ചീത്തവിളികളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇതെല്ലാം വരുന്നത് ഈ നവോത്ഥാന ആൾക്കാരുടെ പ്രൊഫൈലിൽ നിന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നിരോധിക്കണം, നിഷേധിക്കണം, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ത്യൻ കൾച്ചറിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള കുറേ അധികം സാധനങ്ങൾ ഇവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഇവരാരും തന്നെ ശാസ്താംകോട്ടയിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. സോ ഞാൻ പറയുന്നത്, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. മതം എന്നുള്ളതിൻ്റെ ബേസിൽ മാത്രം, അതും ചില ആൾക്കാരോട് ഒരു പാർഷ്യൽ ആയിട്ടുള്ളൊരു സമീപനം, വേറെ ചില ആൾക്കാരിനോട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമൊക്കെ സമീപ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള സിറ്റുവേഷൻസ് സൃഷ്ടിക്കും. സോ ഡെമോക്രാറ്റിക് ആയിട്ട് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ വളരെ വലിയ ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങളും ഡെമോക്രാറ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയില്ല. കാരണം പല ആൾക്കാരും വോട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ റിലീജിയന് വേണ്ടിയിട്ട്, നമ്മുടെ റിലീജിയൻ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനൊരു മേൽക്കോയ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പം ചില മത മേലാളന്മാരൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു മന്ത്രി വേണം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്പർ വെച്ചിട്ട് 2 മന്ത്രി വേണം എന്നിങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സോ കേരളം ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ അങ്ങനെ സംഭവിക്കുന്നില്ല, ഇതൊന്നും വലിയ ഇല്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് സമീപ ഭാവിയിൽ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും അതുവഴി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ കാരണമായിട്ട് മാറും. എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോടും കൂടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് നേരം 24 മണിക്കൂറും UP-യിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരിക്കാതെ നമ്മുടെ സ്വന്തം കഞ്ഞിയിൽ വീണിട്ടുള്ള പാറ്റ, അതായത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കുറച്ച് നട്ടെല്ല് കാണിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ ആർക്കും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലോട്ടും അരാജകത്വത്തിലോട്ടും ഈ നാട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ട് വരും. സോ ഡെമോക്രാറ്റിക് ആയാൽ മതി സ്കൂളുകൾ എന്നുള്ള ഒരു ആവശ്യമാണ് നമുക്കുള്ളതെങ്കിൽ മൊത്തത്തിൽ സ്കൂൾസിൻ്റെ റൂള് ഒരേപോലെയാക്കാം. ഇനി അതല്ല, സെലക്റ്റീവ് പ്രതികരണങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണെങ്കിൽ ആ പ്രതികരണങ്ങൾ കേൾക്കാൻ ഇവിടെ ഡെമോക്രാറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആർക്കും തന്നെ താല്പര്യമില്ല എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം.